അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ ഓണം സെലിബ്രേഷൻ ആയിട്ടാണ് ഗൈസ്. അതായത് നമുക്ക് ഇന്ന് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല, പോണതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഫുള്ള് നമ്മൾ അവിടുത്തെ വിശേഷങ്ങളായിരിക്കും കാണാനായിട്ട് പോണത്. ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പൂക്കള മത്സരം, ഫാഷൻ ഷോ, പിന്നെ എന്താണ് ബാച്ച് വൈസ് ഡാൻസ് ഒക്കെ ഉണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. ബയോ. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ പ്രോഗ്രാം നടന്ന റിസോർട്ട് കേട്ടോ. അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ എല്ലാവരും പൂവൊക്കെ കട്ട് ചെയ്യാണ്. പാരൻസ് പൂ കട്ടിയും ഞങ്ങൾ പൂക്കളൊക്കെ ഇടും ഗൈസ്. നമ്മുടെ റിസോർട്ടിലാണെങ്കിൽ ഇവിടെ തൊട്ടിപ്പുറത്ത് തന്നെ വെള്ളമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം എല്ലാവരും പൂക്കളം കോമ്പറ്റീഷന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഞങ്ങൾ പൂക്കളം ഇടാൻ പോവാണ് ഗൈസ്. പൂക്കളം ഇടാനായിട്ട് വരയ്ക്കുകയാണ്. ഇപ്പം ഞങ്ങൾ പൂക്കളം ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. റെഡും വൈറ്റും ഓറഞ്ചും യെല്ലോയും എല്ലാം കൊണ്ട് നമ്മളാണെങ്കിൽ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണപ്പൂക്കളം കളറാക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ഓണപ്പൂക്കളം ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റോസും അതുപോലെ തന്നെ വൈറ്റും ഒക്കെ കൂടിയിട്ട് നമ്മൾ ഇത്രമാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു ഇട്ടത്. എല്ലാവരും കൂടെ ആയിരുന്നു ഇട്ടത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാനും പറ്റുന്നില്ല. ലാസ്റ്റാണ് ഇട്ട് തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് തീർന്നു ഗൈസ്. പക്ഷെ എന്നാലും 15 മിനിറ്റ് ടൈം പിന്നെയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾക്കായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു പൂക്കളം മത്സരത്തിന്. ആ സമയത്ത് നമ്മുടെ വെള്ളത്തിൽ കൂടെ ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസേ. ഈ വെള്ളത്തിന് നല്ല ആഴമുണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നു ഗൈസ്. അപ്പം നമ്മുടെ പൂക്കളം ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കാണിച്ചു തരാം നമ്മൾ ഇട്ട പൂക്കളം എങ്ങനെയാണെന്നുള്ളത്. ഇത് അപ്പുറത്തെ ആൾക്കാർ ലാസ്റ്റത്തെ ഡാൻസിലെ മെയിൻ നായകൻ. ഇതൊക്കെ നമ്മുടെ ഇവിടെ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ കൂടെയാണ്. ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞു എന്നിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ ഡാൻസ് ഞാൻ സെപ്പറേറ്റ്ലി വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡാൻസ് കാണണം കേട്ടോ. നല്ല അടിപൊളി ഡാൻസാണ് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഡാൻസ് അടിപൊളിയാണെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ ദ വേ, ഈ വീഡിയോൻ്റെ താഴെ ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യരുത് ഗൈസ്. കാരണം അത് കമൻറ്റ് ഓഫായി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്തോ. അപ്പം നമ്മുടെ പൂക്കളത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങളുടെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കൂടെ നല്ലപോലെ ഫില്ല് ചെയ്ത് അങ്ങനെ നമ്മുടെ ഓണപ്പൂക്കളം റെഡിയായി ഗൈസ്. യെസ്. അപ്പം നമ്മളാണെങ്കിൽ ലാസ്റ്റ് നമ്മുടെ സൈഡിലുണ്ടായിരുന്ന പൂക്കളമൊക്കെ വേസ്റ്റ് ചെയ്തൊക്കെ ഞങ്ങൾ മിക്സ് ചെയ്ത് കിടക്കുന്നൊക്കെ സൈഡിലുള്ള വേസ്റ്റൊക്കെ ഞങ്ങളെടുത്ത് കളഞ്ഞു. ഞങ്ങളാണെങ്കിൽ വിളക്കും കൊണ്ട് വെച്ചു. പിന്നെ വിളക്കിൻ്റെ ചുറ്റും ഒരു നമ്മുടെ പൂക്കളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൂക്കളം സെറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്തു കേട്ടോ. അപ്പം പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മലയാളി മങ്കിയായിരുന്നു ഗൈസ്. അപ്പം അതിനാണ് ഫാഷൻ ഷോ എന്നാണ് ഫാഷൻ ഷോ. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളുടെ ഫാഷൻ ഷോ ആയിരുന്നു. പിന്നെ നമ്മുടെ സൂപ്പർ കിഡ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഞാനില്ല. പിന്നെ ഈ പ്രാവശ്യം നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ പേര്
അർണാസ് ഓണം 2026 പപ്പടം ഇത് പൊടി പൊടിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ പ്രാവശ്യത്തെ പേര് പോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം പൊടി പൊടിക്കും ഓണം സെലിബ്രേഷൻ. അപ്പം ഓരോരുത്തരവരുടെയും എന്താണ് മലയാള മങ്കയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതിന് ശേഷം നമ്മുടെ ഡാൻസാണ്. ഡാൻസിന് ശേഷം ഗെയിംസ്, ചെണ്ടമേളം, പിന്നെ വടംവലി. കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു പവിഴമണിയാണ്. ചെണ്ടമേള കൊട്ടി കളിയാണ്, മുല്ലപ്പൂവ് ചൂടി പരവാണ്, സതികൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട് ചെണ്ടമേള ട്രാക്ക് മാറ്റി.
ഗൈസ്. ആദ്യം തന്നെ മ്യൂസിക്കൽ ചെയറാണ് കേട്ടോ. താഴെ വീണ് ഗൈസ്. അതിനിങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു ഗൈസ് നമ്മുടെ സെലിബ്രേഷൻ. അപ്പം നമ്മുടെ ഒരു കുട്ടി ഗൈസ്. പിന്നെ നമ്മുടെ ബഹുമതിയാണ് കേട്ടോ. അപ്പം യെല്ലോ ടീമാണ്. ചേട്ടൻ see you.